नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम ഹരേ ഹരേ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 86. വേദമൂർത്തികളുടെ പ്രാർത്ഥന. പേജ് നമ്പർ 898. ശ്രീല ശ്രീധര സ്വാമിയുടെ ഒരു കവിതയിൽ ഇങ്ങനെ പറയുന്നു: മറ്റുള്ളവർ കഠിന തപസ്സിൽ ഏർപ്പെടട്ടെ, മലമുകളിൽ നിന്നു താഴോട്ടു ചാടി ജീവൻ ഉപേക്ഷിക്കട്ടെ, മുക്തിക്കു വേണ്ടി എണ്ണമറ്റ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കട്ടെ, അതുമല്ലെങ്കിൽ തത്വശാസ്ത്രങ്ങളുടെയും വേദഗ്രന്ഥങ്ങളുടെയും പഠനത്തിൽ മുഴുകട്ടെ, യോഗികൾ ധ്യാനനിരതരായി കഴിയട്ടെ, വിവിധ വിഭാഗങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ടതാണെന്ന അനാവശ്യ വാദപ്രതിവാദങ്ങളിലേർപ്പെടട്ടെ, കൃഷ്ണാവബോധമുണ്ടാകാതെ ഭക്തിയുത സേവനത്തിൽ നിരതരാകാതെ പരമപുരുഷന്റെ കാരുണ്യം ലഭിക്കാതെ അവനു ഭവസാഗരത്തിൻ്റെ മറുകരയെത്താൻ സാധിക്കില്ലെന്നതു ഒരു വസ്തുതയാണ്. വേദമൂർത്തികൾ പ്രാർത്ഥന തുടർന്നു. അവിടുത്തെ നിർവ്യക്തികാകാരം വേദങ്ങളിൽ വിവരിക്കുന്നുണ്ട്. അവിടുത്തേക്ക് കൈകളില്ല, എങ്കിലും അങ്ങേക്ക് സമർപ്പിക്കുന്ന സർവബലികളും സ്വീകരിക്കാൻ അങ്ങേക്കു കഴിയും. അങ്ങേക്കു കാലുകളില്ല, എങ്കിലും ആരെക്കാളും വേഗം നടക്കാനാകും. കണ്ണുകളില്ലെങ്കിലും ഭൂതഭാവി വർത്തമാനങ്ങളിലെ സംഭവങ്ങളെല്ലാം കാണാൻ കഴിയും. ചെവികളില്ലെങ്കിലും പറയുന്നതെല്ലാം കേൾക്കാനാവും. അവിടേക്കു മനസ്സ് ഇല്ലെങ്കിലും എല്ലാവരെയും അവരുടെ ഭൂതഭാവി വർത്തമാനങ്ങളിലെ പ്രവർത്തനങ്ങളും അവിടുന്നറിയുന്നു. എന്നിട്ടും അങ്ങ് ആരാണെന്ന് അവരാരും അറിയുന്നുമില്ല. അങ്ങ് എല്ലാവരെയും അറിയുന്നു, ആരും അങ്ങയെ അറിയുന്നില്ല. അതിനാൽ അങ്ങാണ് ഏറ്റവും പുരാതനവും സർവശ്രേഷ്ഠനുമായ വ്യക്തി. അതുപോലെ വേദങ്ങളുടെ മറ്റൊരു ഭാഗത്തു ഇങ്ങനെ പറയുന്നു: അങ്ങേക്ക് ഒന്നും ചെയ്യാനില്ല, സ്വന്തം ഇച്ഛ കൊണ്ടു തന്നെ സർവവും അങ്ങേക്കു വെളിപ്പെടും. അത്രയ്ക്ക് പൂർണ്ണമാണ് അങ്ങയുടെ ജ്ഞാനവും ശേഷിയും. അങ്ങേക്കു തുല്യനോ അങ്ങയേക്കാൾ വലിയവനോ ആയിട്ടാരുമില്ല. എല്ലാവരും അങ്ങയുടെ നിത്യദാസന്മാരായി പ്രവർത്തിക്കുന്നു. ഇപ്രകാരം നരപേക്ഷാത്മാവിന് കാലോ കയ്യോ കണ്ണോ ചെവിയോ മനസ്സോ ഇല്ലെന്നും, എന്നിട്ടും അദ്ദേഹത്തിനു സ്വന്തം ശക്തിയിലൂടെ പ്രവർത്തിക്കാനും ജീവാത്മാക്കളുടെയൊക്കെ ആവശ്യങ്ങൾ നിറവേറ്റാനും അദ്ദേഹത്തിന് കഴിയുമെന്നും വേദങ്ങൾ പറയുന്നു. ഭഗവത്ഗീതയിൽ പറയുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ എല്ലായിടത്തുമുണ്ട്. അദ്ദേഹം സർവവ്യാപിയാണ്. സമസ്ത ജീവാത്മാക്കളുടെയും കൈ, കാൽ, ചെവി, കണ്ണ് തുടങ്ങിയ
അവയവങ്ങളെല്ലാം ചലിക്കുന്നതും പ്രവർത്തിക്കുന്നതും ജീവാത്മാവിൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ്. പരമാത്മാവിൻ്റെ സാന്നിധ്യമില്ലാതെ കൈകാലുകൾക്കു പ്രവർത്തിക്കാനാവില്ല. കൈകാലുകളോ മറ്റ് അവയവങ്ങളോ ഇല്ലെങ്കിൽ പോലും തൻ്റെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന് അന്യരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് മഹത്വമുള്ളവനും സമ്പൂർണനും സ്വതന്ത്രനുമാണ് പരമപുരുഷൻ. അതേസമയം മറ്റുള്ളവർ മുഴുവൻ തങ്ങളുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ ആശ്രയം ആവശ്യമാണ്. പരമാത്മാവിൻ്റെ പ്രചോദനവും നിർദ്ദേശവും കൂടാതെ പ്രവർത്തിക്കാനാവില്ല. ഹരേ കൃഷ്ണ.